നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ അശ്ലീല ഉള്ളടക്കങ്ങൾ അടങ്ങിയ സൈറ്റുകളുടെ അമിത ഉപയോഗം പെരുകുന്നത് ഗുരുതര സാമൂഹ്യ ആരോഗ്യ പ്രശ്നമായി മാറുന്നു. റിപ്പോർട്ട് പുതിയ സർവേയുടെ അടിസ്ഥാനത്തിൽ. സർവേയിൽ പങ്കെടുത്തത് ഏകദേശം 3000 കൗൺസിലർമാർ. അശ്ലീല ഉപഭോഗം ജീവിതത്തെ നിയന്ത്രണാതീതമായി ബാധിച്ചു എന്ന് അഭിപ്രായപ്പെട്ടത് 53% പേർ. ഇംഗ്ലണ്ടിലും വെയിൽസിലും മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ സർക്കാർ വക പണി ഉറപ്പ്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ലേബർ സർക്കാർ നിയമവിരുദ്ധമാക്കി മാറ്റി. ചെറിയ തോതിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചാലും ശിക്ഷ ഉറപ്പ്. യുകെയിലെ കാലാവസ്ഥ ദുരിതം കൂടുതൽ വഷളാക്കാൻ ഗൊറൈറ്റി കൊടുങ്കാറ്റ്. പുതിയ കൊടുങ്കാറ്റിന്റെ സഞ്ചാരപാതയിൽ 8 ഇഞ്ച് വരെ മഞ്ഞുവീഴ്ച. ബുധനാഴ്ച ബ്രിട്ടനിലുടനീളം ഐസ് മുന്നറിയിപ്പ്. യുകെയിൽ 2025 300-ലധികം ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയതായി ബ്രിട്ടീഷ് ജിയോളജിക്കൽ സർവേയുടെ കണക്കുകൾ. അമേരിക്കൻ രാഷ്ട്രീയ രംഗം ചൂടുപിടിപ്പിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡ് ടേം തെരഞ്ഞെടുപ്പ് റദ്ദാക്കൽ പരാമർശം. വിവാദ പരാമർശം റിപ്പബ്ലിക്കൻ നിയമസഭാംഗങ്ങളുടെ രഹസ്യ യോഗത്തിൽ. മിഡ് ടേം തെരഞ്ഞെടുപ്പ് റിപ്പബ്ലിക്കൻ പാർട്ടി പരാജയപ്പെട്ടാൽ ഇംപീച്ച്മെന്റ് ഉണ്ടാകുമെന്ന ആശങ്കയിൽ ട്രംപ്. മുൻ പ്രസിഡന്റുമാരായ ബറാക് ഒബാമയും ജോ ബൈഡനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ്. ഗ്രീൻലാൻഡിൽ നയം വ്യക്തമാക്കി അമേരിക്ക. ഡെൻമാർക്കിന് കീഴിലുള്ള സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് സൈനികമായി പിടിച്ചെടുക്കാനുള്ള അടിയന്തര പദ്ധതികളില്ല. ലക്ഷ്യം ദ്വീപ് വാങ്ങുകയാണെന്നും US വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോ. ആർട്ടിക് മേഖലയിൽ റഷ്യ ചൈന സ്വാധീനം ചെറുക്കാൻ ഗ്രീൻലാൻഡ് നിയന്ത്രണം അനിവാര്യമെന്നും വൈറ്റ് ഹൌസ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ PSLV C-62 വിക്ഷേപണം ജനുവരി 12-ന്. 2 സ്ട്രാപ്പ് ഓൺ ബൂസ്റ്ററുകളും PSLV-DL വേരിയന്റ് ഉപയോഗിക്കുന്ന 5ാമത്തെ വിക്ഷേപണം. PSLV-യുടെ 64ാമത് വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയായി. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടികയിൽ നിന്നും ഇതുവരെ പുറത്തായത് 6.5 കോടി വോട്ടർമാർ. ഏറ്റവും കൂടുതൽ വോട്ടർമാർ പുറത്തായത് ഉത്തർപ്രദേശിൽ. 97 ലക്ഷം ആളുകൾ പുറത്തായത് തമിഴ്നാട്ടിൽ നിന്നും. കേരളത്തിൽ നിന്നും പുറത്തുപോയത് 24 ലക്ഷം പേർ. അന്തിമ വോട്ടർ പട്ടിക മാർച്ച് 6-ന് പുറത്തിറക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി കൊല്ലം വിജിലൻസ് കോടതി. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും വീണ്ടും 14 ദിവസത്തേക്ക് കൂടി കോടതി റിമാൻഡ് ചെയ്തു. ജാമ്യാപേക്ഷകൾ വിജിലൻസ് കോടതി പരിഗണിക്കുന്നത് ജനുവരി 14-ന്. വാർത്തകൾ വിശദമായി. യുകെയിൽ അശ്ലീല ഉള്ളടക്കങ്ങൾ അടങ്ങിയ സൈറ്റുകളുടെ അമിത ഉപയോഗം ഗുരുതര സാമൂഹ്യ ആരോഗ്യ പ്രശ്നവുമായി മാറുന്നതായി വിദഗ്ധർ. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇത്തരം ഉപയോഗം ഗണ്യമായി വർദ്ധിച്ചതായി യുകെയിലെ തെറാപ്പിസ്റ്റുകളുടെ സംഘടന. ബ്രിട്ടീഷ് അസോസിയേഷൻ ഫോർ കൗൺസിലിംഗ് ആൻഡ് സൈക്കോ തെറാപ്പി നടത്തിയ സർവേയിൽ പങ്കെടുത്ത ഏകദേശം 3000 കൗൺസിലർമാരിൽ 53% പേരും അശ്ലീല ഉപഭോഗം ജീവിതത്തെ നിയന്ത്രണാതീതമായി ബാധിച്ചതിനെ തുടർന്ന് സഹായം തേടുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി വ്യക്തമാക്കി. അമിതമായി അശ്ലീല ഉള്ളടക്കമടങ്ങിയ കാര്യങ്ങളുടെ ഉപയോഗം ജോലി, കുടുംബ ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ എന്നിവ അവഗണിക്കപ്പെടുന്നതായി ഗുരുതരമായ പ്രശ്നങ്ങൾ രൂപപ്പെടുന്നതായും വിദഗ്ധർ പറയുന്നു. ചിലർ ശാരീരിക ലൈംഗിക പ്രശ്നങ്ങളുമായി പോലും ചികിത്സ തേടുന്നുണ്ട്. ഇതിൽ ചിലരെ NHS ലൈംഗികാരോഗ്യ ക്ലിനിക്കൽ വഴിയാണ് തെറാപ്പിയിലേക്ക് റെഫർ ചെയ്യുന്നത്. അശ്ലീല ലഹരി ഘട്ടം ഘട്ടമായി വളരുന്ന ഒരു പ്രശ്നമാണെന്നും മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമായി ഇത് ഉപയോഗപ്പെടുത്തുമ്പോൾ പിന്നീട് അതിന് അടിമയായി മാറുന്നതായും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അശ്ലീല ലഹരിയെക്കുറിച്ച് ദേശീയ തലത്തിലുള്ള സമഗ്ര നയം അനിവാര്യമാണെന്നും വിദഗ്ധർ ആവശ്യപ്പെട്ടു. എല്ലാ പ്രായവിഭാഗങ്ങളെയും ബാധിക്കുന്ന ഈ പ്രശ്നത്തിന്റെ സാമ്പത്തിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ സർക്കാർ ഗൗരവമായി വിലയിരുത്തണമെന്നും യുവാക്കളെ ലക്ഷ്യമിട്ട് ബോധവൽക്കരണവും ഇടപെടലും ശക്തമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ലജ്ജയും അപമാനബോധവും കാരണം പലരും സഹായം തേടാതെ ഒറ്റപ്പെടുകയാണെന്നും തുറന്ന ചർച്ചകളും പിന്തുണാ സംവിധാനങ്ങളും വർദ്ധിപ്പിച്ചാൽ കൂടുതൽ പേർ ചികിത്സ തേടാൻ മുന്നോട്ട് വരുമെന്നും തെറാപ്പിസ്റ്റുകൾ പറയുന്നു. യുവതലമുറയും കൗമാരക്കാരും അശ്ലീല സൈറ്റുകളുടെ നീരാളിപ്പിടുത്തത്തിലാണ്. ഇംഗ്ലണ്ടിലും വെയിൽസിലും ചെറിയ തോതിൽ ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് നിയമവിരുദ്ധമാക്കി മാറ്റാൻ ലേബർ സർക്കാർ. അതായത് 1 പിന്റ് കുടിച്ച ശേഷം വാഹനം ഓടിക്കുന്നതൊക്കെ കുറ്റകരമാകും. ഇംഗ്ലണ്ടിലും വെയിൽസിലുമുള്ള മദ്യപിച്ച് വാഹനം ഉപയോഗിക്കുന്നതിനുള്ള പരിധി വെട്ടിക്കുറയ്ക്കാനാണ് സർക്കാർ നിർദ്ദേശം. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുവാനുള്ള പദ്ധതികളുടെ ഭാഗമായി 100 ml ശ്വാസത്തിന്റെ 35 മൈക്രോഗ്രാം ആൽക്കഹോൾ എന്നത് 22 മൈക്രോഗ്രാം ആയി കുറയ്ക്കാനാണ് ഗവൺമെന്റ് കൺസൾട്ടേഷൻ നടത്തുന്നത്. സ്കോട്ട്ലൻഡിൽ ഈ വിധത്തിലാണ് മദ്യപരിധി. ഇത് നടപ്പാക്കിയാൽ ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് ഉപയോഗിക്കുന്നതിന് പോലും ചില ഡ്രൈവർമാർക്ക് വിനയാകും.
പ്രത്യേകിച്ച് സ്ത്രീകളിലും ചെറിയ ആളുകളിലും ആൽക്കഹോൾ പ്രോസസ് ചെയ്യുന്നതിന്റെ വേഗത വ്യത്യസ്തമാണ്. മദ്യപിച്ച് വാഹനം ഉപയോഗിക്കുന്ന പരിധിയിൽ എന്ത് കുറവ് വരുത്തിയാലും അത് പമ്പുകൾക്ക് തിരിച്ചടിയാകും. റേച്ചൽ റീവ്സിന്റെ നവംബർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ബിസിനസ് നിരക്ക് വർധനവ് പമ്പുകളെ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് എത്തിച്ചത്. അതേസമയം സ്കോട്ട്ലൻഡിൽ പരിധി കുറച്ചതുകൊണ്ട് അപകടങ്ങൾ കുറയുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ലെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കണോമിക്സ് അഫയേഴ്സിലെ ക്രിസ് സ്നോയ്ഡൻ പറയുന്നു. 2023 കണക്കുകൾ പ്രകാരം 1/6 റോഡ് അപകടങ്ങൾ മദ്യപിച്ചുള്ള ഡ്രൈവിംഗുമായി ബന്ധമുള്ളവയാണ്. ഇംഗ്ലണ്ട്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിലെ പരിധി യൂറോപ്പിലെ ഏറ്റവും ഉയർന്നതുമാണ്. 70 വയസ്സിന് മുകളിലുള്ളവർ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് നേരിടുന്നത് സ്വയം റിപ്പോർട്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കുവാനും നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സഹയാത്രികർ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ ഡ്രൈവർക്ക് പെനാൽറ്റി പോയിന്റും നൽകും. UK ഷോപ്പുകളിൽ നടക്കുന്ന മോഷണങ്ങളെ സംബന്ധിച്ച് പോലീസ് അന്വേഷണങ്ങൾ തികഞ്ഞ പരാജയം. പ്രതികളെ പിടികൂടി ജയിലിൽ എത്തിക്കുന്നത് കേവലം 2.2% കേസുകൾ മാത്രമാണ് ഔദ്യോഗിക കണക്കുകൾ. 2025 ജൂൺ വരെയുള്ള വർഷത്തിൽ 12,000-ൽ താഴെ ഷോപ്പ് മോഷ്ടാക്കളാണ് കസ്റ്റഡിയിൽ ശിക്ഷ ലഭിച്ചതെന്ന് വ്യക്തമാക്കി ഹോം ഓഫീസ് ഡാറ്റ. ഇത് പ്രകാരം അന്വേഷണം നേരിട്ട 8% പേരും ജയിലിൽ പോകാതെ രക്ഷപ്പെടുന്നു. ഷോപ്പ് മോഷണങ്ങൾ 20 വർഷത്തെ ഉയർന്ന നിരക്കിൽ എത്തിയതോടെ സൂപ്പർ മാർക്കറ്റുകളിലും കോർണർ ഷോപ്പുകളിലും ജോലി ചെയ്യുന്നവരാണ് ആശങ്കയിലാകുന്നത്. ഇപ്പോൾ ജലദോഷത്തിനും ഫ്ലൂവിനുമുള്ള മരുന്നുകൾ പോലും സുരക്ഷാ ടാഗുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് ഷോപ്പുകൾ. 2.15 പൗണ്ടിന്റെ ന്യൂറോഫെൻ ബോക്സുകളും 4.50 പൗണ്ടിന്റെ ലെസിൻസിം പാക്കറ്റുകളും മോഷ്ടാക്കൾ അടിച്ചുമാറ്റുന്നത് പതിവായോടെയാണ് സ്റ്റോറുകൾ നടപടിയെടുത്തത്. മരുന്നുകളിൽ സെക്യൂരിറ്റി പ്രൊഡക്ട്സ് എന്നാണ് ടാഗ് ടെസ്കോ നൽകിയിരിക്കുന്നത്. 7 പൗണ്ടിന്റെ ഗാവിസ്കോണിൽ വരെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റീറ്റെയിൽ കുറ്റകൃത്യങ്ങളിൽ സകല നിയന്ത്രണവും വിട്ടാണ് കുതിച്ചുവരുന്നത്. 2025 മാർച്ച് വരെ കണക്ക് പ്രകാരം ഓരോ മിനിറ്റിലും സ്റ്റോറുകളിൽ 3 മോഷണങ്ങൾ വീതം അരങ്ങേറുന്നു എന്നാണ് കണക്ക്. ഏകദേശം 5,30,000 ഷോപ്പ് മോഷണം. ബ്രിട്ടനിൽ ഷോപ്പ് മോഷണങ്ങൾ 20 വർഷത്തെ ഉയർച്ചയിലാണ്. ശിക്ഷിക്കപ്പെടുന്നത് വെറും 2.2% കേസുകൾ മാത്രം. UK ഷോപ്പുകളിൽ നടക്കുന്ന മോഷണങ്ങൾ സംബന്ധിച്ച് പോലീസ് അന്വേഷണങ്ങൾ തികഞ്ഞ പരാജയമാണെന്നും പ്രതികളെ പിടികൂടി ജയിലിൽ എത്തിക്കുന്നത് കേവലം 2.2% കേസുകൾ മാത്രമാണെന്നും ഔദ്യോഗിക കണക്കുകൾ പറയുന്നു. 2025 ജൂൺ വരെയുള്ള വർഷത്തിൽ 12,000-ൽ താഴെ ഷോപ്പ് മോഷ്ടാക്കൾക്കാണ് കസ്റ്റഡിയിൽ ശിക്ഷ ലഭിച്ചതെന്നാണ് ഹോം ഓഫീസ് ഡാറ്റ വ്യക്തമാക്കുന്നത്. ഇത് പ്രകാരം അന്വേഷണം നേരിട്ട 8% പേരും ജയിലിൽ പോകാതെ രക്ഷപ്പെടുന്നു. UK കഴിഞ്ഞ വർഷം 300-ലധികം ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയതായി ബ്രിട്ടീഷ് ജിയോളജിക്കൽ സർവേ പുറത്തുവിട്ട കണക്കുകൾ. ഡിസംബർ 18 വരെ രാജ്യത്താകമാനം 309 ഭൂചലനങ്ങൾ രേഖപ്പെടുത്തി. ശരാശരി കണക്കിലെടുക്കുമ്പോൾ 2025 UK ഏകദേശം ദിവസേന ഒരിക്കൽ എന്ന നിലയിലാണ് ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഈ വർഷം രേഖപ്പെടുത്തിയ ഏറ്റവും ശക്തമായ 2 ഭൂചലനങ്ങൾ സ്കോട്ട്ലൻഡിലെ പെർത്ത് ആൻഡ് കിൻറോസ് മേഖലയിൽ ലോക്ക്ലൻഡിന് സമീപമാണ് ഉണ്ടായത്. ഒക്ടോബർ 20-ന് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഉണ്ടായ ഭൂചലനങ്ങൾ ഒന്നിന് 3.7 തീവ്രതയും തുടർന്നുണ്ടായ മറ്റൊന്നിന് 3.6 തീവ്രതയും രേഖപ്പെടുത്തി. ഭൂചലനത്തെ തുടർന്ന് പെർത്ത് നിരവധി പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് ഭൂകമ്പത്തിന്റെ നടുക്കം വ്യക്തമായി അനുഭവപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. ആകെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ സ്കോട്ട്ലൻഡിലെയും ബർക്ക്ഷയറിലെയും വെസ്റ്റേൺ ഹൈലാൻഡ്സിലെയും വെയിൽസിന്റെ തെക്കൻ ഭാഗങ്ങളിലും ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയർ, ലങ്കാഷെയർ എന്ന മേഖലകളിലും ഏറ്റവും കൂടുതൽ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയ പ്രദേശങ്ങളാണ്. UK സാധാരണയായി ചെറുതായി ഭൂചലനങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിലും ഇത്തരം സംഭവങ്ങൾ ജനങ്ങളിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് എന്നും ഭൂകമ്പ നിരീക്ഷണം തുടർന്നും ശക്തമായി തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. UK കാലാവസ്ഥ ദുരിതം കൂടുതൽ വഷളാക്കാൻ ഗൊറൈറ്റി കൊടുങ്കാറ്റ്. പുതിയ കൊടുങ്കാറ്റിന്റെ സഞ്ചാരപാത വ്യക്തമായതോടെ ഈ ഭാഗങ്ങളിൽ 8 ഇഞ്ച് വരെ മഞ്ഞുവീഴ്ചയാണ് പ്രതീക്ഷിക്കുന്നത്. ബുധനാഴ്ച ബ്രിട്ടനിൽ ഉടനീളം ഐസ് മുന്നറിയിപ്പും നൽകി. കൊടുങ്കാറ്റ് മൂലം ഇംഗ്ലണ്ടിലും വെയിൽസിലും ഈ ആഴ്ച വ്യാപകമായ മഞ്ഞിനും ശക്തമായ മഴയ്ക്കും കടുത്ത തിരമാലകൾക്കും സാധ്യത ഉയർന്നതായി മെറ്റ് ഓഫീസ് സ്ഥിരീകരിച്ചു. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ഹോം കൗണ്ടികളിൽ 8 ഇഞ്ച് വരെ മഞ്ഞ് പുതയ്ക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ സൗത്ത് വെയിൽസിലെ ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞ് രൂപപ്പെടും. അർദ്ധരാത്രിയോടെ ഇംഗ്ലണ്ടിലും വെയിൽസിലും മഴ മഞ്ഞായി രൂപം മാറും. അതേസമയം ലണ്ടനിലും സൗത്ത് വെസ്റ്റിലും മഞ്ഞുവീഴ്ചയിൽ നിന്നും തല ഉയരുമെന്നാണ് കരുതുന്നത്. ബുധനാഴ്ച സ്കോട്ട്ലൻഡിൽ ശൈത്യകാല മഴയാണ് നേരിടുക. UK ഭൂരിഭാഗം മേഖലകൾക്ക് മെറ്റ് ഓഫീസ് മഞ്ഞ ഐസ് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. നോർത്തേൺ അയർലൻഡ് ഉൾപ്പെടെ ഇത് നിലവിലുണ്ട്. ഐസ് പ്രതലങ്ങൾ വീണ് പരിക്കേൽക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുവാനും നിർദ്ദേശമുണ്ട്. സൗത്ത് മേഖലകളിലാണ് കൊടുങ്കാറ്റ് പിടിമുറുക്കുക. ബുധനാഴ്ച രാവിലെ യാത്രയ്ക്ക് ഇറങ്ങുന്നവർ റോഡിന്റെ അവസ്ഥയും ബസ്, ട്രെയിൻ ടൈം ടേബിൾ പരിശോധിച്ച ശേഷം മാത്രം യാത്രക്കിറങ്ങാൻ മെറ്റ് ഓഫീസ് നിർദ്ദേശിക്കുന്നു. മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ കൂടുതൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച മഞ്ഞ് ശക്തമായതിനാൽ 1000-ലേറെ സ്കൂളുകളാണ് UK അടച്ചത്.
അതിശൈത്യം തുടരുമ്പോൾ വീടുകളിലെ പൈപ്പുകൾ ഘനീഭവിച്ച് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതായി മുന്നറിയിപ്പ്. 2023 ജനുവരിക്കും 2025 സെപ്റ്റംബറിനും ഇടയിലായി ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ച പൈപ്പുകൾ റിപ്പയർ ചെയ്യുന്നതിനായി 20 മില്യൺ പൗണ്ട് നൽകേണ്ടി വന്നു എന്ന് ഒരു പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയുടെ വെളിപ്പെടുത്തൽ. ഈ കാലയളവിൽ പൊട്ടിത്തെറിച്ച പൈപ്പുകളുമായി ബന്ധപ്പെട്ട 345 ക്ലെയിമുകളാണ് ലഭിച്ചതെന്നും അലിയൻസ് UK പറയുന്നു. അതിൽ ഏറ്റവും വലുത് 5,66,000 പൗണ്ടിന്റേതായിരുന്നു. ഈ വീടിന്റെ ഉടമസ്ഥൻ വിദേശത്തായിരുന്ന സമയത്തായിരുന്നു പൈപ്പ് പൊട്ടിത്തെറിച്ചത്. 4 കിടപ്പുമുറികളുള്ള വീടിന് ഇത് കടുത്ത നാശം വരുത്തിയിരുന്നു. പൈപ്പുകൾ പൊട്ടിത്തെറിക്കുന്നത് ചിലപ്പോൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് വീട്ടിലെ ഹീറ്റിംഗ് കുറഞ്ഞ അളവിൽ സ്ഥിരമായി നിലനിർത്തുന്നതായിരിക്കും നല്ലതെന്നും അലയൻസ് UK ഹോം ഇൻഷുറൻസ് വിഭാഗം മാനേജിംഗ് ഡയറക്ടർ ഗ്രഹാം റൈറ്റ് പറയുന്നു. അതുപോലെ വീട്ടുടമസ്ഥർ വീടുകൾക്ക് വേണ്ട വിധം ഇൻസുലേറ്റ് ചെയ്യുകയും ഉയർന്ന ഗുണനിലവാരമുള്ള ലാഗിംഗ് ഉപയോഗിക്കുകയും വേണം. താപനില രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും -10 താഴെയാവുകയും കൂടുതൽ തീവ്രതയാർന്ന ശിശിരകാലാവസ്ഥ എത്തുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സമാനമായ മുന്നറിയിപ്പുമായി അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇൻഷുറൻസും രംഗത്തെത്തിയിട്ടുണ്ട്. സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും വേണമെന്നും അവർ ആവശ്യപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2026 US മിഡ് ടേം തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നതിനെ കുറിച്ച് പരാമർശിച്ചതോടെ രാഷ്ട്രീയ രംഗം വീണ്ടും ചൂടുപിടിച്ചു. റിപ്പബ്ലിക്കൻ നിയമസഭാ അംഗങ്ങളുടെ രഹസ്യ യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിനിടെയാണ് ട്രംപിന്റെ ഈ വിവാദ പരാമർശം. ജനുവരി 6 ക്യാപിറ്റോൾ ആക്രമണത്തിന്റെ 5ാം വാർഷിക ദിനത്തിലായിരുന്നു പ്രസംഗം എന്നതും വിമർശനങ്ങൾക്ക് ശക്തി നൽകി. ഡെമോക്രാറ്റുകൾ തന്നെ ഡിക്റ്റേറ്റർ എന്ന് വിളിക്കുന്നു എന്ന പരാതിയുമായി സംസാരിച്ച് ട്രംപ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ആശയം തമാശയായി ഉന്നയിച്ചുവെങ്കിലും ഉടൻ തന്നെ തിരുത്തി താൻ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് പറയില്ല, പക്ഷേ അവർ തന്നെ റദ്ദാക്കണം, ഇല്ലെങ്കിൽ അയാൾ ഡിക്റ്റേറ്റർ ആണെന്നും വ്യാജ വാർത്തകൾ പറയുമെന്ന് പുഞ്ചിരിയോടെ ട്രംപ് പറഞ്ഞു. മുൻ പ്രസിഡന്റുമാരായ ബറാക് ഒബാമയും ജോൺ ബൈഡനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ച ട്രംപ് തന്റെ ഭരണകാല നയങ്ങൾ ശരിയാണെന്നതും എന്നിട്ടും ജനങ്ങൾ എതിരായി വോട്ട് ചെയ്യുന്നതിൽ മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ടെന്നും അവകാശപ്പെട്ടു. 2024 തെരഞ്ഞെടുപ്പിൽ സ്വിംഗ് സ്റ്റേറ്റുകൾ നേടിയ വിജയവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം പ്രസിഡന്റുമാരായാൽ മിഡ് ടേം തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടി ലഭിക്കുമെന്ന അമേരിക്കൻ രാഷ്ട്രീയ പാരമ്പര്യത്തെയും ട്രംപ് പരാമർശിച്ചു. പ്രസിഡൻസി ജയിച്ചാൽ മിഡ് ടേം തോൽക്കുമെന്നാണ് അവർ പറയുന്നത്. പൊതുജനങ്ങളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നന്നായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. പ്രസംഗത്തിനിടെ ട്രംപ് ചില മുന്നറിയിപ്പുകളും നൽകി. തന്റെ ആദ്യ ഭരണകാലത്ത് ഡെമോക്രാറ്റുകൾ 2 തവണ ഇംപീച്ച് ചെയ്ത കാര്യം ഓർമ്മിപ്പിച്ച ട്രംപ് മിഡ് ടേം തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി പരാജയപ്പെട്ടാൽ വീണ്ടും ഇംപീച്ച്മെന്റിന്റെ ശ്രമം ഉണ്ടാകുമെന്ന ആശങ്കയും പ്രകടിപ്പിച്ചു. മിഡ് ടേം നിങ്ങൾ ജയിക്കണം, ഇല്ലെങ്കിൽ എനിക്കെതിരെ വീണ്ടും ഇംപീച്ച്മെന്റ്, അവർക്ക് വേറെ കാരണമൊന്നും വേണ്ടിവരില്ല എന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് റദ്ദാക്കൽ പരാമർശം ഭരണഘടനാ വിരുദ്ധമാണെന്നും ജനാധിപത്യ സംവിധാനത്തെ തകർക്കാനുള്ള ശ്രമമാണെന്നുള്ള വിമർശനങ്ങളാണ് ഡെമോക്രാറ്റുകളും സിവിൽ സമൂഹവും ഉന്നയിക്കുന്നത്. ട്രംപിന്റെ വാക്കുകൾ രാഷ്ട്രീയ തമാശയാണോ അതോ അപകടകരമായ മുന്നറിയിപ്പാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഉയരുന്നത്. ഡെൻമാർക്കിന് കീഴിലുള്ള സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് സൈനികമായി പിടിച്ചെടുക്കുവാനുള്ള അടിയന്തര പദ്ധതികളില്ല എന്നും ദ്വീപ് വാങ്ങുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നും US വിദേശകാര്യ മന്ത്രി മാർക്കോ റൂബിയോ കോൺഗ്രസ് നേതാക്കളെ ഇക്കാര്യം അറിയിച്ചു. അടച്ചുപൂട്ടിയ യോഗത്തിൽ നടത്തിയ വിശദീകരണത്തിലാണ് റൂബിയോയുടെ പരാമർശം. ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് കൈവശപ്പെടുത്തുന്നത് ദേശീയ സുരക്ഷാ ആവശ്യകതയാണെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ വിശദീകരണം. ആർട്ടിക് മേഖലയിലെ റഷ്യ ചൈന സ്വാധീനം ചെറുക്കാൻ ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം അനിവാര്യമാണ് എന്നാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട്. ഗ്രീൻലാൻഡ് സ്വന്തമാക്കുക എന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ മുൻഗണനയാണ്. വിവിധ വഴികളാണ് പരിഗണിക്കുന്നത്. ആവശ്യമെങ്കിൽ സൈനിക ഓപ്ഷനും നിലനിൽക്കുന്നു എന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ് വ്യക്തമാക്കി. എന്നാൽ ഉടൻ ആക്രമണം എന്ന സൂചനയില്ല എന്ന് റൂബിയോ നിയമനിർമ്മാതാക്കളെ ആശ്വസിപ്പിച്ചു എന്നാണ് വിവരം. വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ പിടികൂടിയ അമേരിക്കൻ നീക്കത്തെക്കുറിച്ചുള്ള ബ്രീഫിംഗിനിടെയാണ് ഗ്രീൻലാൻഡ് വിഷയവും ഉയർന്നത്. മെക്സിക്കോയിലും ഗ്രീൻലാൻഡും സൈനിക ഇടപെടൽ ആലോചനയുണ്ടോ എന്ന സെനറ്റ് ന്യൂനപക്ഷ നേതാവ് ചക്ക് ഷൂമറിന്റെ ചോദ്യത്തിന് പിന്നാലെയാണ് റൂബിയോ വിശദീകരണം നൽകിയത്. നേറ്റോ അംഗമായ ഡെൻമാർക്കിന് കീഴിലുള്ള ഗ്രീൻലാൻഡിനെതിരെ അമേരിക്ക സൈനിക നടപടി സ്വീകരിച്ചാൽ സഖ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നും യൂറോപ്യൻ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു നാറ്റോ രാജ്യം മറ്റൊരു നാറ്റോ രാജ്യത്തെ ആക്രമിച്ചാൽ സഖ്യം തകർന്നു പോകും. ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സൺ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. അതേസമയം ഗ്രീൻലാൻഡിൽ കൂടുതൽ അമേരിക്കൻ സൈനിക സാന്നിധ്യവും ഖനനാവകാശങ്ങളും അനുവദിക്കണമെന്ന നിർദ്ദേശങ്ങളുമായി ഡെൻമാർക്കും രംഗത്തെത്തി. അമേരിക്കൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ താമസ ബുക്കിംഗ് റദ്ദാക്കിയ സംഭവത്തിൽ മിനസോട്ടയിലെ ഇന്ത്യൻ വംശജരുടെ ഉടമസ്ഥതയിലുള്ള ഹാംപ്ടൺ ഇൻ ഹോട്ടലിൽ ഹിൽട്ടൺ വേൾഡ് വൈഡ് ഹോൾഡ്സിന് സ്വന്തം ബുക്കിംഗ്
ബ്രാൻഡിംഗ് സംവിധാനങ്ങളിൽ നിന്ന് നീക്കി. സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രതിഷേധവും രാഷ്ട്രീയ ഇടപെടലും ഉയർന്നതിന് പിന്നാലെ 24 മണിക്കൂറിനുള്ളിലാണ് ഹിൽട്ടൺ കടുത്ത നടപടി സ്വീകരിച്ചത്. മിനിയാപോളിസിന് സമീപമുള്ള ലേക്ക് വില്ലിലെ ഹോട്ടൽ ഉൾപ്പെടെയുള്ള ഫെഡറൽ നിയമ സംരക്ഷണ ഏജൻസികളുടെ ബുക്കിംഗ് റദ്ദാക്കിയതായും എക്സിൽ പ്രത്യക്ഷപ്പെട്ട സ്ക്രീൻഷോട്ടുകളാണ് വിവാദത്തിന് തുടക്കമിട്ടത്. അല്ലായെങ്കിൽ കുടിയേറ്റ ഏജൻസി ഉദ്യോഗസ്ഥരെ ഹോട്ടലിൽ അനുവദിക്കില്ല എന്ന പരാമർശം ഉൾപ്പെടെ ഇമെയിലിലെ ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പൊതുവിൽ എത്തിച്ചത്. ഇത് ബോധപൂർവമായ നിഷേധ ക്യാമ്പയിനാണ് എന്നും ആരോപിച്ചു. ആദ്യഘട്ടത്തിൽ ഹോട്ടൽ നടത്തിപ്പുകാരായ എവർപീക്ക് ഹോസ്പിറ്റാലിറ്റി ഖേദം പ്രകടിപ്പിക്കുകയും ബാധിതരായ അതിഥികൾക്ക് മറ്റ് താമസ സൗകര്യങ്ങൾ ഒരുക്കിയതായി അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് പുറത്തുവന്ന ഒരു വീഡിയോയിൽ ഹോട്ടൽ ജീവനക്കാർ വീണ്ടും ഐസ് ഉദ്യോഗസ്ഥരെ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നതായി കാണപ്പെട്ടതോടെയാണ് സ്ഥിതിഗതികൾ മാറിയത്. ഫ്രാഞ്ചൈസി അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലായാലും ബ്രാൻഡിന്റെ മൂല്യങ്ങളും മാനദണ്ഡങ്ങളും ലംഘിക്കപ്പെട്ടതായി പുതിയ വീഡിയോ തെളിയിക്കുന്നു. അതിനാൽ ഹോട്ടലിനെ ഉടൻ തന്നെ ഞങ്ങളുടെ സംവിധാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യുന്നുവെന്നും ഹിൽട്ടൺ വ്യക്തമാക്കി. ഹിൽട്ടൺ എല്ലാവരും തുറന്ന സ്ഥാപനമാണ് എന്നും കമ്പനി കൂട്ടിച്ചേർത്തു. ഈ നടപടി ഇന്ത്യൻ വംശജരായ സംരംഭകരെ അമേരിക്കയിൽ വീണ്ടും ചർച്ചാ വിഷയമാക്കി. യുഎസിലെ ഹോട്ടൽ മേഖലയിലെ വലിയൊരു വിഹിതം ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടേതാണെന്നിരിക്കെ ഒരു ഫ്രാഞ്ചൈസി ഹോട്ടലിലെ നടപടികൾ ആഗോള ബ്രാൻഡിനെയും ഇന്ത്യക്കാരായ ഉടമകളെയും ഒരേ സമയം പ്രതിസന്ധിയിലാക്കിയതായും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടി. ഹിൽട്ടന്റെ ഇടപെടലിനെ DHS സ്വാഗതം ചെയ്തു. ഫെഡറൽ നിയമ സംരക്ഷണ ഏജൻസികളെ ലക്ഷ്യമിട്ട് നടക്കുന്ന വിവേചനപരമായ വ്യാപാര നടപടികൾ അമേരിക്കൻ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ്. ഇത്തരം നടപടികൾ വ്യാപാരപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും DHS അസിസ്റ്റന്റ് സെക്രട്ടറി വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിൽ ചിലർ ഹിൽട്ടൺ ബ്രാൻഡിനെ ബഹിഷ്കരിക്കുവാൻ ആഹ്വാനം ചെയ്തപ്പോൾ മറ്റൊരു വിഭാഗം ഐസ് വിരുദ്ധ നിലപാടിനെ പിന്തുണച്ച് രംഗത്തെത്തി. ഹെഡ്ജ് ഫണ്ട് മേധാവി ബിൽ അക്മാൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ വിഷയം ഏറ്റെടുത്തതോടെ ഹിൽട്ടൺ കൂടുതൽ കർശന നിലപാട് സ്വീകരിക്കേണ്ടി വന്നു. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും അമേരിക്കയിലെ എല്ലാ ഫ്രാഞ്ചൈസി ഉടമകൾക്കും ഹിൽട്ടൺ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്കയിലെ കുടിയേറ്റ രാഷ്ട്രീയത്തിനിടയിൽ ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകൾ അനായാസം വിവാദത്തിന്റെ കേന്ദ്രത്തിലാകുന്നു എന്നതിന്റെ പുതിയ ഉദാഹരണമായാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 121.50 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 89.97 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 105.20 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 65.11 ഇന്ത്യൻ രൂപ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ PSLV C-62 വിക്ഷേപണം ജനുവരി 12-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം വിക്ഷേപണ തറയിൽ നിന്നും രാവിലെ 10:17 PSLV C-62 കുതിച്ചുയരും. PSLVയുടെ 64-ാം വിക്ഷേപണമാണ് ഇത്. 2 സ്ട്രാപ്പ് ഓൺ ബൂസ്റ്ററുകളുള്ള PSLV DL വേരിയന്റ് ഉപയോഗിക്കുന്ന 5-ാമത്തെ വിക്ഷേപണവുമായിരിക്കും ഇത്. കഴിഞ്ഞ വർഷം PSLV C-61 വിക്ഷേപണത്തിൽ നേരിട്ട പരാജയത്തിന് ശേഷമുള്ള PSLVയുടെ ആദ്യ വിക്ഷേപണമാണിത്. ചന്ദ്രയാൻ, മംഗൾയാൻ തുടങ്ങിയ ഇന്ത്യയുടെ അഭിമാന നേട്ടങ്ങൾ ഉപയോഗിച്ച PSLV ISROയുടെ ഏറ്റവും വിശ്വസനീയമായ വിക്ഷേപണ വാഹനമാണ്. കൃഷി, നഗരാസൂത്രണം, പരിസ്ഥിതി നിരീക്ഷണം എന്നിവയിലുടനീളം വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന EOS-N1 ആണ് പ്രധാന പേലോഡ്. കൂടാതെ 18-ലധികം ഉപഗ്രഹങ്ങൾ വിക്ഷേപണത്തിന്റെ ഭാഗമാകും. ഇവ വിക്ഷേപണത്തിലൂടെ ഭ്രമണപഥത്തിലെത്തിക്കുകയും അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ഭാഗമായി ഇൻഡോ മൗറീഷ്യസ് സംയുക്ത ഉപഗ്രഹവും ദൗത്യത്തിൽ ഉൾപ്പെടും. ISROയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണമാണിത്. കൂടാതെ 101ാമത് ഓർബിറ്റൽ വിക്ഷേപണമാണിതെന്ന പ്രത്യേകതയുമുണ്ട്. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയായതോടെ ഇതുവരെ പുറത്തായത് 6.5 കോടി വോട്ടർമാർ. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ പുറത്തായത്. 2.89 കോടി പേരാണ് UPയിൽ നിന്നും പുറത്തായത്. തമിഴ്നാടാണ് ഉത്തർപ്രദേശിന് പിന്നിൽ. 97 ലക്ഷം ആളുകളാണ് തമിഴ്നാട്ടിൽ പുറത്തുപോയത്. വോട്ടർ പട്ടികയിൽ പുറത്തായത് തമിഴ്നാടിന് പിന്നിലുള്ളത് ഗുജറാത്താണ്. ഇവിടെ നിന്നും 74 ലക്ഷം പേരാണ് പുറത്താക്കപ്പെട്ടത്. പശ്ചിമ ബംഗാളിൽ 58 ലക്ഷം പേരും കേരളത്തിൽ 24 ലക്ഷം പേരുമാണ് പുറത്തുപോയത്. കഴിഞ്ഞ ദിവസമാണ് UPയിലെ പുതുക്കിയ കരട് വോട്ടർ പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയത്. 2.89 കോടി വോട്ടർമാർ പുറത്തായതോടെ സംസ്ഥാനത്തെ മൊത്തം വോട്ടർമാരുടെ എണ്ണം 15 കോടിയിൽ നിന്നും 12 കോടിയായി കുറഞ്ഞു. മുൻപുണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ 15 കോടി ആളുകളിൽ ഏകദേശം 12 കോടി പേർ ഫോമുകൾ തിരികെ നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. മൊത്തം വോട്ടർമാരുടെ ഏകദേശം 81% പേരും വരും. ഇത്
ബാക്കി ഫോമുകൾ തിരികെ ലഭിച്ചില്ല. ഏകദേശം 46.23 പേർ മരണപ്പെട്ടതായും 2.17 പേർ പലായനം ചെയ്തതായും 25.47 ലക്ഷം പേർ ഒന്നിൽ കൂടുതൽ തവണ പേര് ചേർത്തുവെന്നുമാണ് കണ്ടെത്തൽ. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ പരാതികൾ അറിയിക്കുവാനുള്ള അവസാന തീയതിയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 6 വരെയാണ് പരാതികൾ അറിയിക്കാനാവുക. മാർച്ച് 6-ന് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കും. പട്ടികയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഔദ്യോഗിക ലിങ്കുകൾ വഴി ലഭ്യമാണ് എന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. തമിഴ്നാട്ടിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ NDAയിൽ തിരിച്ചെത്തി PMK. അൻപുമണി വിഭാഗമാണ് NDAയിൽ തിരിച്ചെത്തിയത്. പട്ടാളി മക്കൾ പാർട്ടിയിൽ അച്ഛൻ രാമദാസ് നയിക്കുന്ന വിഭാഗം പുറത്താണ്. പാർട്ടിയിൽ 5 MLA-മാരിൽ 3 പേരും അൻപുമണിക്കൊപ്പമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് ചർച്ചകൾ പൂർത്തിയായി എന്നും പ്രഖ്യാപനം പിന്നീടെന്നും EPS അറിയിച്ചു. തമിഴ്നാട്ടിൽ NDA വിപുലീകരണ നീക്കങ്ങൾ സജീവമാണ്. DMK-യെ വീഴ്ത്താൻ എല്ലാവരും ഒന്നിക്കണമെന്ന് അൻപുമണി ആവശ്യപ്പെട്ടു. TTV ദിനകർ, OPS എന്നിവരുമായി ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. മറ്റു പാർട്ടികളുമായുള്ള ചർച്ചകളുടെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. AIADMK, BJP, PMK എന്നിവ സഖ്യത്തിലുണ്ട്. മറ്റ് നിരവധി പാർട്ടികളും ഉടൻ തന്നെ ഞങ്ങളോടൊപ്പം ചേരാൻ സാധ്യതയുണ്ടെന്നും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുകയും വൻ വിജയം നേടുകയും ചെയ്യാം. അതേസമയം സ്ത്രീവിരുദ്ധവും ജനവിരുദ്ധവും അഴിമതി നിറഞ്ഞതുമായ DMK പാർട്ടിയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കുക എന്നതാണ് സഖ്യത്തിന്റെ ലക്ഷ്യമെന്നും അൻപുമണി കൂട്ടിച്ചേർത്തു. വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് AIADMK-യുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി കൊല്ലം വിജിലൻസ് കോടതി. ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണ് വിധി പറഞ്ഞത്. സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. 2 കേസുകളിലും നൽകിയ ജാമ്യാപേക്ഷ 14-ാം തീയതി വിജിലൻസ് കോടതി പരിഗണിക്കും. കട്ടിളപ്പാളി കേസിൽ പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ആ കേസിലെ ജാമ്യാപേക്ഷയും കൊല്ലം വിജിലൻസ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും തള്ളിയിരുന്നു. അതിനു പിന്നാലെയാണ് രണ്ടാമതും അറസ്റ്റിലായ ദ്വാരപാലക ശില്പ കേസിലും പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നത്. ഹർജികളിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കൂട്ടുത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് ശബരിമലയിലെ പാളികൾ കൈമാറിയത് അടക്കം എല്ലാ കാര്യങ്ങളും നടന്നത് എന്നാണ്. കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മറ്റൊരു പ്രതിയായ മുരാരി ബാബുവിനെയും റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. റിമാൻഡ് കാലാവധി 14 ദിവസം കൂടി നീട്ടിയിരിക്കുകയാണ്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി 2 കേസുകളിലും ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരവിപുരം മണ്ഡലത്തിൽ RSP സ്ഥാനാർത്ഥിയായി കൊല്ലം MP NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രനെ മത്സരിപ്പിക്കാൻ RSPയിൽ ആലോചന. ഇതു സംബന്ധിച്ച് അനൌദ്യോഗിക ചർച്ചകൾ നടന്നതായി വിവരം. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് കാർത്തിക്. താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ കാർത്തിക് തയ്യാറാകും. പാർട്ടിയാണ് വലുതെന്നും മകനായി വാദിക്കില്ലെന്നും പ്രേമചന്ദ്രന്റെ നിലപാട്. 2014 മുതൽ കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും പ്രേമചന്ദ്രന്റെ പ്രചാരണത്തിൽ കാർത്തിക് സജീവമായിരുന്നു. ഷിബു ബേബി ജോണിനു വേണ്ടി ചവറയിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കാർത്തിക് മുന്നണിക്കായി പ്രവർത്തിച്ചു. RSP നേതാവും മുൻ മന്ത്രിയുമായ TK ദിവാകരന്റെ മകൻ ബാബു ദിവാകരനായിരുന്നു 2021 ഇരവിപുരത്തെ UDF സ്ഥാനാർത്ഥി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര സന്നദ്ധത അറിയിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. പാർട്ടി പറഞ്ഞാൽ എവിടെയും മത്സരിക്കും. തൃശൂർ വൈകാരികമായി അടുപ്പമുള്ള സ്ഥലമാണ്. അവിടെ ഒട്ടേറെ സുഹൃത്തുക്കളുണ്ടെന്നും സന്ദീപ് വാര്യർ. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം കേരളത്തിലെത്തും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും കമ്മീഷണർമാരും സംസ്ഥാനത്തെ ഒരുക്കങ്ങൾ വിലയിരുത്തും. ഏപ്രിൽ 2-ാം വാരം തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യത വിലയിരുത്തും. തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടത്താനാണ് ആലോചന. ഇതിനിടയിലാണ് സന്ദീപ് വാര്യരുടെ പ്രതികരണം വന്നത്. പാലക്കാട് K. സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയാകുന്നത് ഏറെ സന്തോഷമാണെന്നും BJP ശക്തി തെളിയിക്കാനാകുമോ എന്ന് സുരേന്ദ്രൻ കാണിക്കട്ടെ എന്നും സുരേന്ദ്രൻ മത്സരിച്ചാൽ BJP പാലക്കാട് 3-ാം സ്ഥാനത്തേക്ക് എത്തുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ഇനി സ്പോർട്സ്. ഏറെ നാളത്തെ അനിശ്ചിതത്വങ്ങൾക്കും ആശങ്കകൾക്കും ഒടുവിൽ ISL പുതിയ സീസണിലെ തീയതികൾ പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 14 മുതലാണ് പുതിയ സീസൺ തുടങ്ങുക. സർക്കാരും AIFF-ഉം 14 ക്ലബ്ബുകളുടെയും പ്രതിനിധികളും ചേർന്ന് നടത്തിയ യോഗത്തിനു ശേഷം കേന്ദ്ര കായിക മന്ത്രിയാണ് ഉദ്ഘാടന തീയതി പ്രഖ്യാപിച്ചത്. 2-3 വേദികളിലായി ഹോം ആൻഡ് എവേ മത്സരങ്ങളായി നടത്താൻ തീരുമാനം. 14 ക്ലബ്ബുകളിൽ 10 ക്ലബ്ബുകളുടെ പങ്കാളിത്തം ഉറപ്പായിട്ടുണ്ട്. ബാക്കി 4 ക്ലബ്ബുകളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകാനുണ്ട്.
സാധാരണ സെപ്റ്റംബറിൽ ആരംഭിക്കേണ്ട സീസൺ വിവിധ കാരണങ്ങളാൽ നീളുകയായിരുന്നുവെന്നും ഫുട്ബോൾ ഫെഡറേഷനുമായി ISL സംഘാടകരായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് മാസ്റ്റേഴ്സ് റൈറ്റ് കരാർ പുതുക്കിയില്ല എന്നുമാണ്. വാണിജ്യ പങ്കാളിയെ കണ്ടെത്താൻ AIFF നടത്തിയ ശ്രമങ്ങളെയും വിജയം കണ്ടില്ല. ഇതോടെ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും താരങ്ങൾ കൂട്ടമായി ഇന്ത്യ വിടുകയും ചെയ്തു. ദേശീയ താരങ്ങളും വിദേശ താരങ്ങളും ലീഗ് നടത്താൻ പരസ്യമായി അപേക്ഷിച്ച് രംഗത്തെത്തിയിരുന്നു. ആരാധകരുടെ വിമർശനം ഉയർന്നതോടെ ഫെഡറേഷൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ലീഗ് നടത്താൻ പൂർണ്ണമായ പിന്തുണ കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ അശ്ലീല ഉള്ളടക്കങ്ങൾ അടങ്ങിയ സൈറ്റുകളുടെ അമിത ഉപയോഗം പെരുകുന്നത് ഗുരുതര സാമൂഹ്യ ആരോഗ്യ പ്രശ്നമായി മാറുന്നു. റിപ്പോർട്ട് പുതിയ സർവേയുടെ അടിസ്ഥാനത്തിൽ. സർവേയിൽ പങ്കെടുത്തത് ഏകദേശം 3000 കൗൺസിലർമാർ. അശ്ലീല ഉപഭോഗം ജീവിതത്തെ നിയന്ത്രണാതീതമായി ബാധിച്ചു എന്ന് അഭിപ്രായപ്പെട്ടത് 53% പേർ. ഇംഗ്ലണ്ടിലും വെയിൽസിലും മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ സർക്കാർ വക പണി ഉറപ്പ്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ലേബർ സർക്കാർ നിയമവിരുദ്ധമാക്കി മാറ്റി. ചെറിയ തോതിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചാലും ശിക്ഷ ഉറപ്പ്. UK-യിലെ കാലാവസ്ഥ ദുരിതം കൂടുതൽ വഷളാക്കാൻ ഗൊറൈറ്റി കൊടുങ്കാറ്റ്. പുതിയ കൊടുങ്കാറ്റിന്റെ സഞ്ചാരപാതയിൽ 8 ഇഞ്ച് വരെ മഞ്ഞുവീഴ്ച. ബുധനാഴ്ച ബ്രിട്ടനിലുടനീളം ഐസ് മുന്നറിയിപ്പ്. UK-യിൽ 2025-ൽ 300-ലധികം ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയതായി ബ്രിട്ടീഷ് ജിയോളജിക്കൽ സർവേയുടെ കണക്കുകൾ. അമേരിക്കൻ രാഷ്ട്രീയ രംഗം ചൂടുപിടിപ്പിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡ് ടേം തെരഞ്ഞെടുപ്പ് റദ്ദാക്കൽ പരാമർശം. വിവാദ പരാമർശം റിപ്പബ്ലിക്കൻ നിയമസഭാംഗങ്ങളുടെ രഹസ്യ യോഗത്തിൽ. മിഡ് ടേം തെരഞ്ഞെടുപ്പ് റിപ്പബ്ലിക്കൻ പാർട്ടി പരാജയപ്പെട്ടാൽ ഇംപീച്ച്മെന്റ് ഉണ്ടാകുമെന്ന ആശങ്കയിൽ ട്രംപ്. മുൻ പ്രസിഡന്റുമാരായ ബറാക് ഒബാമയും ജോ ബൈഡനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ്. ഗ്രീൻലാൻഡിൽ നയം വ്യക്തമാക്കി അമേരിക്ക. ഡെൻമാർക്കിന് കീഴിലുള്ള സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് സൈനികമായി പിടിച്ചെടുക്കാനുള്ള അടിയന്തര പദ്ധതികളില്ല. ലക്ഷ്യം ദ്വീപ് വാങ്ങുകയാണെന്നും US വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോ. ആർട്ടിക് മേഖലയിൽ റഷ്യ ചൈന സ്വാധീനം ചെറുക്കാൻ ഗ്രീൻലാൻഡ് നിയന്ത്രണം അനിവാര്യമെന്നും വൈറ്റ് ഹൌസ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ PSLV C-62 വിക്ഷേപണം ജനുവരി 12-ന്. 2 സ്ട്രാപ്പ് ഓൺ ബൂസ്റ്ററുകളും PSLV-DL വേരിയന്റ് ഉപയോഗിക്കുന്ന 5ാമത്തെ വിക്ഷേപണം. PSLV-യുടെ 64ാമത് വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയായി. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടികയിൽ നിന്നും ഇതുവരെ പുറത്തായത് 6.5 കോടി വോട്ടർമാർ. ഏറ്റവും കൂടുതൽ വോട്ടർമാർ പുറത്തായത് ഉത്തർപ്രദേശിൽ. 97 ലക്ഷം ആളുകൾ പുറത്തായത് തമിഴ്നാട്ടിൽ നിന്നും. കേരളത്തിൽ നിന്നും പുറത്തുപോയത് 24 ലക്ഷം പേർ. അന്തിമ വോട്ടർ പട്ടിക മാർച്ച് 6-ന് പുറത്തിറക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി കൊല്ലം വിജിലൻസ് കോടതി. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും വീണ്ടും 14 ദിവസത്തേക്ക് കൂടി കോടതി റിമാൻഡ് ചെയ്തു. ജാമ്യാപേക്ഷകൾ വിജിലൻസ് കോടതി പരിഗണിക്കുന്നത് ജനുവരി 14-ന്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.